ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ. നമ്മുടെ സച്ചി ഇങ്ങനെ കുടിച്ചിട്ട് പിന്നെ രേവതി അടുത്ത് തന്നെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഹാരമൊന്നും കഴിക്കാതെ. നമ്മളിവിടുന്ന് ഇറങ്ങണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, അവരൊക്കെ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് അവരില്ലാതെ പറ്റത്തില്ലല്ലോ രേവതി. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് അവരല്ലേ. എൻ്റെ ചേട്ടനും അനിയനും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ രേവതി നിർബന്ധിച്ച് സച്ചി ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഹോളിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ സച്ചി എന്തിയെന്നാണ്. അത് കേട്ടപ്പോഴത്തേക്ക് ചന്ദ്രമതി, ആ അവന് ഇന്നലത്തെ കോലം അറിയായിരുന്നല്ലോ, അതുകൊണ്ട് ഇതുവരെ എഴുന്നേറ്റ് കാണത്തില്ല, ബോധമൊന്നും വീണ് കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടൻ എഴുന്നേറ്റു, അവിടെ റെഡി ആവുക എന്ന് പറയുകയാണ് കേട്ടോ. അതിന് സച്ചി ഇറങ്ങി വരുന്നുണ്ട്. സച്ചി ഇറങ്ങി വരുന്ന സമയത്ത് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ സച്ചി ഇന്നലെ എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതച്ഛാ എനിക്ക് ഇന്നലെ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു, മനസ്സൊന്നും ശരിയാവുന്നില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്, ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് ഇത്രയും സങ്കടം, അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടതാണ്, അധ്വാനിച്ചതാണ്, ഇപ്പോൾ അച്ഛൻ ഒരു മുറി കൂട്ടിയെടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. അച്ഛൻ്റെ കയ്യിൽ, അച്ഛനല്ലേ ഈ വീടെല്ലാം ഇത്ര ആക്കിയത്, ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ലയെന്ന് ഒക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല സങ്കടമുണ്ട് അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ അച്ഛൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമായിരുന്നല്ലോ, വർഷയുടെ അമ്മ 7 ലക്ഷം രൂപയും കൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, നീ തന്നെയല്ലേ സമ്മതിക്കാഞ്ഞ്. അങ്ങനെ ആരുടെ ഔദാര്യം എടുത്തിട്ട് ഇവിടെ ഒരു റൂം കെട്ടണ്ട, അത് തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് വർഷയുടെ അമ്മ ഇവിടെ പണം കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. വർഷയുടെ അച്ഛൻ എന്തോരം എൻ്റെ അച്ഛനെ അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ അതിനു വേണ്ടി എന്ത് ചെയ്തെന്നാണ് സച്ചിയേട്ടൻ നീ പറയുന്നത്. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, വർഷ നീ മിണ്ടാതിരിക്കുക, നീ ഇനി ആ കാര്യങ്ങളൊന്നും സംസാരിച്ച് ഒരുപാട് വലുതാക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, ആര് വലുതാക്കുന്നു, സച്ചി തന്നെയല്ലേ ഇത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, അച്ഛൻ ഇനി ആരുടെ മുന്നിൽ കാശിനൊന്നും പോകണ്ട, ഞാൻ എന്തെങ്കിലും കാശ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇവിടെ ഒരു മുറി കൂട്ടിയെടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അതുവരെ ഞങ്ങൾ ഹോളിലോ ടെറസിലോ ഒക്കെ ആയിട്ട് അങ്ങ് കിടന്നോളാം, ഞങ്ങൾക്ക് എവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ റൂമിന് വേണ്ടി അടി കൂടുന്നവനുണ്ടല്ലോ, അവൻ തന്നെ ആ റൂം അങ്ങ് എടുത്തോട്ടെ എന്ന് പറയണോ. അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിയൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റൂമൊന്നും മാറിക്കിടക്കണ്ടല്ലോ, AC റൂമിൽ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരത്തേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല റൂം ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായല്ലോ വെച്ചാൽ അവൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, അത് തന്നെ അവനെ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് സച്ചി മുറി കൂട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്നുണ്ട്, പിന്നെ അവൻ മുറി കൂട്ടിയെടുക്കുന്നു, പൂ കെട്ടുന്ന കണക്ക് അത്ര എളുപ്പമൊന്നും അല്ല മുറി കൂട്ടിയെടുക്കുന്നതിന്, അതിന് നല്ല കാശ് വേണം, നീ 10 വർഷം അധ്വാനിച്ചാൽ പോലും നിനക്കൊരു മുറി കൂട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും കളിയാക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ, ഇവനൊരു മുറി കൂട്ടിയെടുക്കും അത്രേ, നടന്നിട്ടിരുന്നാൽ മതി. അന്നേരം ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ മുമ്പൊരു ശപഥം ചെയ്തതാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തന്നെ സ്വർണ്ണമെല്ലാം വാങ്ങി കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു താലിമാല മാത്രമേ വാങ്ങി കൊടുത്തോളൂ, പിന്നെ ഒരു തരി പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇവനെ കൊണ്ട് പറ്റിയിട്ടില്ല, പിന്നല്ലേ ഇവൻ മുറി കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവൻ ചിലപ്പോൾ മുറി കൂട്ടിയെടുക്കുമായിരിക്കും, ഇവൻ്റെ ഷഷ്ടിപൂർത്തിക്കായിരിക്കും ചിലപ്പോൾ മുറി കൂട്ടിയെടുക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സച്ചിനെയും രേവതിനെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ അങ്ങനെ പറഞ്ഞത്, അതെന്താടി നിനക്ക് അങ്ങനെ ഒരു വർത്തമാനം, എന്താ സച്ചേട്ടനെ കൊണ്ട് അതൊന്നും പറ്റത്തില്ലേ. രേവതി അത് അത്ര എളുപ്പമൊന്നും അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്, നീ ഇനി ഒരു ശബ്ദം കൂടി ചെയ്യല്ലേ, ഇനി ഒരു ശബ്ദം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് അത് ഒത്തിരി എന്താണ് സങ്കടം വന്നിട്ട് രേവതി പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, സച്ചിയേട്ടൻ തന്നെ ഇവിടെ റൂം കൂട്ടിയെടുത്തിരിക്കും, അതിനുള്ള കഴിവൊക്കെ എൻ്റെ സച്ചിയേട്ടനുണ്ട്, സച്ചിയേട്ടൻ അധ്വാനിച്ച് ഇവിടെ ഒരു മുറി എന്തായാലും കൂട്ടിയെടുത്തിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി എല്ലാവരും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും അങ്ങ് പരിഹസിച്ച് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് സച്ചി എന്ന് ചോദിക്കുന്നുണ്ട്, എടി രേവതി നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ മുറി കൂട്ടിയെടുക്കുമെന്നൊക്കെ പറയുന്നത്, എൻ്റെ കയ്യിൽ അതിനു വേണ്ടി കാശൊന്നുമില്ല, അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. സച്ചിയേട്ടാ അതൊക്കെ എനിക്കറിയാം, നിങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റും, എങ്ങനെ പറ്റുമെന്ന്, ഒരു മുറി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിലേ 6-7 ലക്ഷം രൂപയാവും, അത്രയും പൈസയ്ക്ക് ഞാൻ എവിടെ പോകാനാ. സച്ചിയേട്ടാ ഉടനെ ഒന്നും വേണ്ടല്ലോ, ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെന്നല്ലേ, ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും പരിഹസിക്കില്ലേ. അതുമാത്രമല്ല അച്ഛന് പ്രായമായില്ലേ, ഇപ്പോൾ റിട്ടയർഡായിട്ട് അദ്ദേഹം വിശ്രമിക്കേണ്ട സമയമല്ലേ, പിന്നെ അച്ഛൻ ഇനി കടമൊക്കെ വാങ്ങിച്ച് ഇനി മുറി കൂട്ടിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അച്ഛന് തന്നെ ടെൻഷൻ ആവത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, സച്ചിയേട്ടൻ വിഷമിക്കേണ്ട, നമുക്ക് അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ സച്ചിയേട്ടൻ ഒരു കാറും കൂടി എടുത്തിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുക, അപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറച്ച് കാശും കൂടി വരുമല്ലോ, അതിന് രേവതി ഒരു കാർ കൂടി എടുക്കാനുള്ള പൈസ വേണ്ടേ.
അതൊക്കെ ശരിയാവും സച്ചിയേട്ടാ. അതിനുള്ള വഴിയെല്ലാം നമ്മുടെ മുമ്പിൽ തെളിയും. സച്ചിയേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഇതാണ് നീ ഇങ്ങനെ ധൈര്യം തന്ന് എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നമ്മുടെ കൈപ്പിടിയിലാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.